എറണാകുളത്തു നിന്നും ഗുരുവായൂരിലേക്കുള്ള യാത്രാമധ്യേ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു വലിയൊരു സംഭവം നമുക്ക് കാണാൻ കഴിഞ്ഞത്. നോക്കി, ഈ കാണുന്ന പിക്ചർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പാഠപുസ്തകങ്ങളിലൊക്കെ നമ്മൾ കണ്ടു കാണും. അതെ, കേരളത്തിലെയല്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജുമാ നമസ്കാരം നടന്ന മുസ്ലിം പള്ളി എന്ന് നമ്മൾ ചരിത്രത്തിലൊക്കെ വായിച്ചറിഞ്ഞിട്ടുള്ള ചേരമാൻ ജുമാ മസ്ജിദിന്റെ അങ്കണത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 1000-ലേറെ വർഷങ്ങളുടെ ചരിത്രമുറങ്ങുന്ന ഇസ്ലാം മത വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് വേദിയായ തുടക്കം കുറിച്ച ചേരമാൻ ജുമാ മസ്ജിദിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. പുരാതന കാലത്ത് ചേര രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട തുറമുഖ പട്ടണമായിരുന്നു മുസ്രീസ്, അതായത് ഇന്നത്തെ കൊടുങ്ങല്ലൂർ. ഏകദേശം 2000 വർഷത്തിലധികമായിട്ട് വിദേശികളുമായിട്ട് വാണിജ്യ വ്യാപാര ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിരുന്നു എന്നതിന് ചരിത്രപരമായിട്ടുള്ള തെളിവുകളുണ്ട്. ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് അദ്ദേഹം വിദേശികളായിട്ടുള്ള മുസ്ലിം പണ്ഡിതരൊക്കെ ആയിട്ട് വളരെ അധികം സൗഹാർദ്ദപരമായിട്ടുള്ളൊരു അന്തരീക്ഷം കാത്തു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം രാത്രി ഉറങ്ങുമ്പോഴത്തേക്കും ആകാശത്ത് ചന്ദ്രൻ രണ്ടായിട്ട് പിളരുന്നതായിട്ട് സ്വപ്നം കാണുകയും ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്തെന്ന് മുസ്ലിം വ്യാപാരികളായിട്ടുള്ള പണ്ഡിതരൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുകയും അങ്ങനെ ഇസ്ലാം മതത്തെക്കുറിച്ച് കൂടുതൽ അദ്ദേഹം മനസ്സിലാക്കുകയും അങ്ങനെ മക്കയിലേക്ക് അദ്ദേഹം യാത്രയാകുകയും ചെയ്തു. മക്കയിലെത്തി അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും ഇസ്ലാം മതത്തിൻ്റെ കൂടുതൽ വിശ്വാസപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ആകർഷനാകുകയൊക്കെ ചെയ്തു. അങ്ങനെ വളരെ സന്തോഷത്തോടെ സ്വദേശത്തേക്ക് മടങ്ങാനിരിക്കെ അദ്ദേഹം അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒമാനിലെ സലാല എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നതായിട്ടാണ് ചരിത്രം പറയുന്നത്. എന്നാൽ മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം സ്വന്തം നാട്ടിലെ ഇസ്ലാം മത പ്രചരണത്തിനും ഇസ്ലാം മതത്തിന് വേണ്ടുന്ന പള്ളികൾ സ്ഥാപിക്കുന്നതിനുമൊക്കെ ആയിട്ട് അനുചരന്മാരെയൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി. അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മാലിക് ദിനാറും കൂട്ടനുമൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. നമ്മുടെ നാട്ടിലെത്തി കൊടുങ്ങല്ലൂരെത്തി ഇസ്ലാം മത പ്രചരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പള്ളി സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ കൊടുങ്ങല്ലൂർ നമ്മളിപ്പോൾ കാണുന്ന ഈ പള്ളി ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തത്. അത്ര പ്രൗഢ ഗംഭീരമായിട്ടുള്ള വലിയ ഒരു പള്ളിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. വളരെ ചെറിയ പള്ളിയാണ്, വളരെ ചെറിയ ഒതുക്കമുള്ള പള്ളിയാണ്. നമ്മൾ ആദ്യത്തെ ഒരു ഹാള് കഴിഞ്ഞ് കയറുമ്പോഴത്തേക്കും കാണുന്നത് ഇതുപോലെ ഒരു വിശാലമായിട്ടുള്ള ഒതുക്കമുള്ള ഒരു മുറിയാണ്. എന്നാൽ മുകളിലൊക്കെ ആണെങ്കിൽ മച്ചുമ്പറൊക്കെ വളരെ അധികം ഈടുറ്റ തടികൾ, അന്ന് കിട്ടുന്നതിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള തടികളൊക്കെ വെച്ച് വളരെ കേരളീയ വാസ്തുശില്പകലയുടെ മകുട ഉദാഹരണം എന്ന് പറയത്തക്ക രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണവും. വളരെ കാറ്റും വെളിച്ചമൊക്കെ കയറത്തക്ക രീതിയിൽ അന്നത്തെ ക്ഷേത്രങ്ങളും അന്നത്തെ വലിയ മാളികകളും ഒക്കെ പണിയുന്ന അതേ ഒരു വാസ്തുവിദ്യ തന്നെയാണ് ഇവിടെയും അവലംബിച്ചിരിക്കുന്നത്. സാധാരണ എത്ര പഴക്കമുള്ള മുസ്ലിം പള്ളികളിലും കാണാത്തൊരു കാഴ്ചയാണ് കേട്ടോ. ഒരു വലിയൊരു തൂക്കുവിളക്ക് പള്ളിയുടെ ആ അകത്തെ പ്രധാന മുറിയിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. പിന്നെ മേലോട്ട് 2 നിലകളിലായിട്ടാണ് പള്ളി. പക്ഷേ രണ്ടാമത്തെ നിലയിലേക്കൊന്നും ഇപ്പോൾ പ്രവേശനം അങ്ങനെയില്ല, അതെല്ലാം ഇങ്ങനെ അടച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ നില എന്ന് പറയുന്നത് ഇത്രയും താഴെ കാണുന്ന ഇത്രയും വിശാലത തന്നെ മുകളിലുണ്ട്. പക്ഷേ മുകളിലേക്ക് നമുക്ക് പ്രവേശിച്ച് അത് കാണാനോ ഒന്നും സാധിക്കില്ല. ആദ്യ ജുമാ നടന്ന മുസ്ലിം പള്ളി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചേരമാൻ ജുമാ മസ്ജിദ് ആണ് എങ്കിലും ഇതിനോട് തുടർച്ചയായിട്ട് തന്നെ കൊല്ലം, മാടായി, കാസർഗോഡ്, പന്തലായനി, ചാലിയം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ തുടർച്ചയായിട്ട് മുസ്ലിം പള്ളികൾ സ്ഥാപിക്കപ്പെട്ടു ആ കാലത്ത് തന്നെ. ചുട്ടുപൊള്ളുന്ന വെയിലാണ് വെളിയിലെങ്കിലും പള്ളിക്കകത്ത് നിൽക്കുമ്പോഴത്തേക്കും ഒരു അനിർവചനീയമായിട്ടുള്ളൊരു കുളിർമ നമുക്ക് അനുഭവപ്പെടും. 1000-ലധികം വർഷം പഴക്കമുള്ള ചരിത്രപരമായിട്ട് വലിയ വലിയ സംഭവ വികാസങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു സംവിധാനത്തിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്ന അറിയുമ്പോഴത്തേക്കും വല്ലാത്തൊരു അനുഭൂതിയാണത് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട തൂക്കുവിളക്ക്, ഇത് വൈദ്യുതിയൊക്കെ ഇല്ലാതിരുന്ന കാലത്ത് പള്ളിക്കകത്ത് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കണം ഈ ഒരു വിളക്ക്. പക്ഷേ ഇതിനും ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിളക്കാണ്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട്, അതിനകത്ത് എന്തൊക്കെയോ കൊത്തുപണികളൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരുപാട് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള വിളക്ക് ആ പള്ളിയുടെ പ്രധാനപ്പെട്ട ആ ഒരു റൂമിനകത്ത് തന്നെ ഇങ്ങനെ കൊളുത്തി തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇപ്പോഴും കത്തിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് പ്രസംഗപീഠം. എത്ര ഇമാമുമാർ പ്രസംഗിച്ച് സുജൂദ് ചെയ്ത് മടങ്ങിയ സ്ഥലമാണ്. നോക്കി, ഇത് താഴ്ത്തങ്ങാടിയിൽ ഉള്ള ജുമാ മസ്ജിദ് പോലെ അത്രയ്ക്ക് ഒരുപാട് കൊത്തുപണികളൊന്നും നമുക്കിവിടെ കാണാൻ കഴിയില്ല. എങ്കിലും കേരളീയ വാസ്തുശില്പകലയുടെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഒരുപാട് ആ പള്ളിയോട് ചേർന്ന് തന്നെ 2 വാതിലുകളാണ്. അപ്പം വലത്തെ സൈഡിലൂടെ കയറുമ്പോഴത്തേക്ക് അവിടെ ഒരു വുളു ചെയ്യുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. ഇത് പഴയ പൈപ്പും കാര്യങ്ങളൊക്കെ പുതിയത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പഴയ ആ ഒരു കല്ല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആ ഒരു സംവിധാനം ഇപ്പോഴും അതുപോലെ
നിലനിർത്തിയിട്ടുണ്ട്. വളരെ തെളിഞ്ഞ നല്ല കണ്ണാടി പോലുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ ചുറ്റും കരിങ്കല്ല് പാളികൾ കൊണ്ടിങ്ങനെ ഒരു ടാങ്ക് പോലെ നിർമ്മിച്ചിരിക്കുകയാണ്. അതിപ്പോഴും അവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ അകത്തളങ്ങളിലിരുന്ന് വിശ്വാസത്തിൻ്റെ ചെറുകിലേറി സൃഷ്ടാവിലേക്കുള്ള യാത്രയുടെ പവിത്രമായിട്ടുള്ളൊരു അനുഭൂതി ഈ പള്ളിക്കകത്തിരുന്നാൽ നമുക്ക് അനുഭവിച്ചറിയാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഖബറടക്കുന്ന ഒരു സ്ഥലവും പള്ളിയോട് ചേർന്ന് തന്നെയുണ്ട്. നോക്കി, ആയിരക്കണക്കിന് വിശ്വാസികൾ, ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന വിശ്വാസികളെയൊക്കെ ഖബറടക്കിയ ഒരു സ്ഥലമാണ്. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ കൂടുതലും ഇസ്ലാം മതത്തിൽ ആകൃഷ്ടരായിട്ടുണ്ട്. ഇസ്ലാം മതത്തിൻ്റെ ആ ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ ആകൃഷ്ടരായിട്ട് ഇസ്ലാം മതത്തിലേക്ക് വന്ന ആളുകളാണ് കൂടുതൽ അന്യമതത്തിൽ നിന്നും ഇസ്ലാം മതം സ്വീകരിച്ച് വന്നവരൊക്കെയാണ് അന്ന് കൂടുതലുമുള്ളത്. ഇസ്ലാം മത പ്രചാരകരുടെ ആ ഒരു ജീവിതത്തിൽ ഉള്ള ആ ഒരു സത്യവും ആ ഒരു സ്ഥൈര്യവും അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതലായിട്ട് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന് വിശ്വാസികളായവരാണ് അന്നത്തെ കാലത്ത് കൂടുതൽ. അവരുടെ ഒരു പിന്തുടർച്ചക്കാരാണ് ഇന്നുള്ളത്. പള്ളിയോട് ചേർന്ന് തന്നെ ഒരു വിശാലമായിട്ടുള്ള ഒരു കുളം കാണാം. ഈ അമ്പലക്കുളം പോലെ അത്ര വലിയൊരു കുളം. ഇങ്ങനെ കുളമുള്ള പള്ളികൾ വളരെ അപൂർവമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മുടെ താഴ്ത്തങ്ങാട് പള്ളിയിലുമുണ്ട്. കുളത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള അംഗശുദ്ധി വരുത്തുക എന്നുള്ളതാണ്. ഇഷ്ടംപോലെ മീനുകളുണ്ട് കേട്ടോ. നല്ല വെയിലത്ത് ഇങ്ങനെ മീനുകളെല്ലാം കൂടി ഇങ്ങനെ പൊളച്ച് നടക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. നോക്കി, എത്ര നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കുളമാണ്. ഈ കുളത്തിൻ്റെയൊക്കെ അഗാധതയിലൊക്കെ അത്ഭുതങ്ങളൊക്കെ ചിലപ്പോൾ ഒളിഞ്ഞിരിക്കൊണ്ടായിരിക്കും. എത്ര ആളുകളുടെ ചരിത്രം നമ്മൾ രേഖപ്പെടുത്തിയ ചരിത്രമില്ലേ നമുക്കറിയത്തുള്ളൂ. അല്ലാതെ എത്ര ചരിത്ര സംഭവങ്ങൾക്കൊക്കെ സാക്ഷിയായിട്ടുള്ള ഒരു ഇടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ അതിപുരാതനമായിട്ടുള്ളൊരു കിണർ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ കുളത്തിലൊന്നും ഇറങ്ങരുത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലധികം ആഴമുള്ള കുളമാണെന്നൊക്കെ അവിടെ മുന്നറിയിപ്പ് ബോർഡൊക്കെ കണ്ട്. കാരണം ഇവിടെ ഇങ്ങനെ ആരും ഇങ്ങനെ ഇറങ്ങാറൊന്നുമില്ല. പിന്നെ ഈ പള്ളി ഇപ്പം ചരിത്ര സ്മാരകമായിട്ട് അങ്ങനെ സംരക്ഷിച്ചു പോരുമൊന്നുമല്ല. ഈ പള്ളി ഇപ്പോഴും സജീവമായിട്ട് നമസ്കാരമൊക്കെ നടക്കുന്നുണ്ട്. എങ്കിലും വിശ്വാസികളുടെ ക്രമാതീതമായിട്ടുള്ള വർധന ഉള്ളതുകൊണ്ട് ആ പള്ളി, നിലവിലെ പഴയ പള്ളി അതുപോലെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ താഴെ നമ്മളിപ്പോൾ കാണുന്ന ആ പ്ലാറ്റ്ഫോം കണ്ട് അതിൻ്റെ താഴെയായിട്ട് അതിവിശാലമായിട്ടുള്ള ഒരു പള്ളി, പുതിയ പള്ളി പണി കഴിപ്പിച്ചിട്ടുണ്ട്. വലിയ ആൾക്കൂട്ടങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്ന വലിയ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും ഒക്കെ നടക്കുന്നത് ഈ പുതിയ പള്ളിയിലാണ്. അങ്ങനെ 1000-ലധികം വർഷങ്ങളായി വിശ്വാസത്തിൻ്റെ ആത്മീയ നിർവൃതി ജനലക്ഷങ്ങളിലേക്ക് ആശ്വാസമേകി ചേരമാൻ ജുമാ മസ്ജിദ് ഈ ആധുനിക കാലത്തും പ്രൗഢഗംഭീരമായിട്ട് അങ്ങനെ തല ഉയർത്തി നിൽക്കുന്നു. സത്യവിശ്വാസങ്ങളിലെ അരക്കിട്ടുറപ്പിച്ച ചില തുടക്കങ്ങൾ അങ്ങനെയാണ്. അത് മാറി വരുന്ന പുതുതലമുറയ്ക്ക് മാർഗദീപമേകി കാലത്തെ അതിജീവിച്ചിങ്ങനെ കാലാകാലം നിലനിൽക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ സന്ധിക്കാം. ഓക്കെ, ബൈ.